ഫ്രീ ആയിട്ട് വാരിക്കോരി എന്തെയും ഉപദേശം നല്ല കൊടുക്കും. അതുകൊണ്ട് ആദ്യം തിരിച്ചറിയാനുള്ളത്, ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിയുടെ വിജ്ഞാനം വിളമ്പുന്നത് അത് GTS ഹാളിലാണ്, NDO പ്രോഗ്രാമിലാണ്, ലീഡർ ഫണ്ട്സ് ആണ്. അവിടെയാണ് നിങ്ങൾ പോകേണ്ടത്. അല്ലാതെ നെഗറ്റീവ് പറയുന്ന ആളുകളുടെ വീട്ടുമുറ്റത്തല്ല എന്ന് ആദ്യം തിരിച്ചറിയുക. ഈ ഇൻഡസ്ട്രിയാണ് നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ PG ആണ് വേണ്ടതെങ്കിൽ അറബി മാസ്റ്ററുടെ അടുത്തല്ല പോവേണ്ടത്. മലയാളം പഠിക്കാൻ വേണ്ടി ഹിന്ദി സാറ് ട്യൂഷൻക്കല്ല നിങ്ങൾ പോകേണ്ടത്. എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി സാഹിത്യം പഠിക്കുന്ന മാസ്റ്റർ പോണത്. എല്ലാം ടോപ്പ് സബ്ജക്റ്റ് ആണ്. എന്താണോ പഠിക്കേണ്ടത് ആ പഠിക്കുന്ന സബ്ജക്ട് പഠിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് പോയാലേ വിജയിക്കുമെങ്കിൽ MA ലൈഫ്സിൽ വിജയിക്കുന്നവന് നിങ്ങൾ GTS-ലാണ് വരേണ്ടത്, ഈ പ്രോഗ്രാമിലാണ് വരേണ്ടത് തിരിച്ചറിയുക. സോ ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കാം. രണ്ടാമത്, ഫൈനലി നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു റെവല്യൂഷണറി കൺസെപ്റ്റ് ആണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു അവസരമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇഷ്ടപ്പെടാൻ ശ്രമിക്കേണ്ടതാണ്. ആദ്യം ഇഷ്ടപ്പെട്ട് കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ ആര് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങളതൊരു വ്യക്തി നിങ്ങളോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ ഇന്ന് ഹാളിൽ വന്നില്ലെങ്കിൽ ആ ഒരു സീറ്റ് മിസ്സാവോ, എന്നാലും ആയിരങ്ങൾ നിറങ്ങുന്ന സദസ്സായി മൈ ലൈഫ് സ്റ്റൈൽ പ്രോഗ്രാം നടത്തുക തന്നെ ചെയ്യും. സോ മാറി നിന്നാൽ നഷ്ടം നിങ്ങൾക്കാണ്. നിങ്ങൾ മാറണോ വേണ്ടേ എന്ന് നിങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ്. മനസ്സിലാക്കുക, ഇതൊരു വലിയ റെവല്യൂഷണറി കൺസെപ്റ്റ് ആണ്. ഒരുപക്ഷെ ലോകത്തിന് നിരക്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, കമ്പ്യൂട്ടർ പഠിച്ച ആളുകൾ നിങ്ങളുടെ നാട്ടിൽ എണ്ണം പറഞ്ഞതുണ്ട്. മൊബൈൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ, ട്രെയിനേഴ്സിന്റെ, പ്രൊഫസേഴ്സിന്റെ, എഞ്ചിനീയേഴ്സിന്റെ എല്ലാ മേഖലയിലും ഏറ്റവും നല്ല പാരമ്പര്യം തെളിയിച്ച ആളുകളുണ്ട്. പക്ഷേ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ കോടിപതികളാകുന്ന ആളുകൾ നിങ്ങളുടെ പഞ്ചായത്തിലില്ലെങ്കിൽ ആ ആദ്യത്തെ വ്യക്തി നിങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കാൻ പറ്റിയാൽ you are the fresher and the real man to enjoy the first moving advantage. നിങ്ങളാണ് അത് തേടിയെടുക്കാൻ പോകുന്ന ആളുകൾ. അതുകൊണ്ട് ലീഡറുടെ കൈ മുറുകെ പിടിക്കുക. കാര്യം താൻ പാതി ദൈവം പാതി. ദൈവത്തിന്റെ പാതി നിങ്ങളെ ഹാളിൽ എത്തിക്കുക എന്നുള്ള പണിയാണ്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങളെ പാതിയാണ്, അത് നിങ്ങൾ പഠിക്കാൻ തയ്യാറായി എന്നതാണ് പറയാനുള്ളത്. ഈ ഇൻഡസ്ട്രിയിൽ ആദ്യം പഠിക്കാൻ തയ്യാറാക്കുക. നാല് കാര്യം പറഞ്ഞു നിർത്തുന്നു. ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് വേണ്ടത് ഒരു പർപ്പസ് ഐഡന്റിഫിക്കേഷൻ ആണ്. ഞാൻ ഇത് എന്തിനു ചെയ്യണമെന്ന് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ എന്തിനു ചെയ്യേണ്ടതുണ്ട്? ഞാൻ ചെയ്യാൻ ഒരു കാരണം കാണും, ഈ ഹാളിലെ ഓരോരുത്തരും ചെയ്യാൻ ഒരു കാരണം കാണും. അതേപോലെ നിങ്ങൾ എന്തിനു എന്നതിന്റെ പർപ്പസ് ഐഡന്റിഫിക്കേഷൻ. സെക്കൻഡ് വൺ, തറോ നോളജ്, ദാറ്റ് ഈസ് ദ ഇൻഫർമേഷൻ. ആ നന്നായിട്ട് നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകുക. നിങ്ങൾ എഞ്ചിനീയറിംഗിന് പോയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 5 വർഷം നിങ്ങൾക്ക് പഠിക്കാനാ, അല്ലെങ്കിൽ ഡോക്ടർമാരാവണമെങ്കിൽ അത് 4-5 വർഷം പഠിക്കാനാണ്. അല്ലാതെ ചേറി ചെന്ന ഉടനെ തന്നെ നിങ്ങൾ ഡയമണ്ട് ആവാനല്ല, എഞ്ചിനീയർ ആവില്ല, ഡോക്ടർ ആവില്ല. ആദ്യത്തെ കാലയളവ് പഠിക്കാനാ. സോ ഇൻഫർമേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഈ ഇൻഡസ്ട്രിയിൽ. രണ്ടാമത്തെ കാര്യമാകുന്ന ഇൻഫർമേഷൻ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യു മസ്റ്റ് ഹാവ് ദ റിയൽ ഡിറ്റർമിനേഷൻ. ഉറച്ച തീരുമാനം. ഈ ഭൂമി കുനിഞ്ഞു മറിഞ്ഞാലും ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞാലും എടുത്ത തീരുമാനത്തിൽ ഒരു അടി പിന്നോട്ട് വെക്കില്ലെന്ന് തീരുമാനിച്ചവരാരോ അവരാണ് റിയൽ വിന്നർ എന്ന് പറയുന്നത്. അവർക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുള്ളൂ. കാര്യം ഇൻഡസ്ട്രിയിൽ ആർക്കും എനിവൺ ക്യാൻ സ്റ്റാർട്ട് ബിസിനസ്. ലോകത്താർക്കും തുടങ്ങാം, ആർക്കും കവചപ്രാശം നൽകി തന്ന ഒരു കുഴപ്പമില്ല. പക്ഷേ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് വിജയിക്കാൻ ഫിനിഷർക്ക് മാത്രമേ സാധിക്കൂ. ഫിനിഷർ ഈസ് ദ വിന്നർ. ഫിനിഷ് ദ ഗെയിം. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത്. നിങ്ങൾ ആദ്യം ഉറച്ചുകൊണ്ട് ഇതിന് എന്ത് വരെ കളിക്കാൻ തയ്യാറാകുക. ഫൈനലി നിങ്ങൾക്ക് വേണ്ടത് പാഷൻ വിത്ത് ആക്ഷൻ. നിങ്ങൾക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ആക്ഷൻ ചെയ്യണം. ഇരിക്കുന്ന സമയത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, എനിക്ക് ഇരിക്കേണ്ട മുന്നിലെ സീറ്റ് നഷ്ടമിക്കുന്നുണ്ടെങ്കിൽ നാളെ ഇതേ ഹാളിൽ ഗസ്റ്റായി വരേണ്ടവരാണ് ഞാൻ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് തീരുമാനിക്കുക. ഫൈനൽ ഒരു കഥ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഫൈനൽ കഥയാണ്. മ്യൂസിക് അപ്പം നിർത്താൻ പറ്റുന്നുണ്ടാകും. കഥ ഇങ്ങനെയാണ്. ഒരു ഗ്രാമത്തിലെ എല്ലാവരും കൂടിരിട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. വിളക്കായി ജ്വലിക്കുന്ന ഒന്നും പ്രത്യേകിച്ച് അവിടെയില്ല. മണ്ണെണ്ണ വിളക്കുണ്ട്, അതേപോലെയുള്ള ചെറിയ ചെറു വിളക്കുകളുണ്ട്. ആ ഇടക്കാണ് ഒരു മനുഷ്യൻ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് വരുന്നത്. പട്ടണത്തിൽ വന്ന സമയത്ത് നല്ല എമർജൻസി ലൈറ്റ് കണ്ടു. അടിപൊളി ലൈറ്റാണ്. അയാൾ തന്റെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ വെച്ചിട്ട് വാങ്ങാൻ വിചാരിച്ച സാധനം മാറ്റി വെച്ച് ഈ വിളക്കുമായിട്ട് തന്റെ ഗ്രാമത്തിൽ പോയി. അങ്ങനെ കുന്നുകളും കാടുകളും മേടുകളും എല്ലാം താണ്ടി തന്റെ ഗ്രാമത്തിലെത്തി. അവിടെ നല്ല മഴ പെയ്തു, കാറ്റടിച്ചു, വീട്ടിലെ മണ്ണെണ്ണ വിളക്കൊക്കെ തട്ടി. ആ സമയത്ത് നാട് മുഴുവൻ ഇരുട്ടിലേക്ക് കൂപ്പുകുത്തി. ആ സമയത്ത് നോക്കുമ്പോൾ കുന്നിന്റെ മുകളിൽ ഒരു അത്ഭുതകരമായ പ്രകാശം. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അങ്ങോട്ട് ഓടിക്കൂടി. ഗ്രാമീണന് മുഴുവൻ വന്ന് കാണാം അത്ഭുതമുള്ള വിളക്ക്. കാര്യം എന്താ, അവരിന്നേ വരെ ഇങ്ങനത്തെ വിളക്ക് കണ്ടില്ല. ആ വിളക്കിന്റെ അടുത്ത് ചെന്ന സമയത്ത് കുറെ ആൾക്കാർ ഊതി നോക്കി, പക്ഷെ അത് കിടന്നില്ല. കുറെ ആൾക്കാർ തൊട്ടു നോക്കി, ചൂടില്ല. കാരണം മണ്ണെണ്ണ